ഉണ്ടായിരുന്ന ഐലൻഡ് ഇപ്പം ഇത്ര വെള്ളമുള്ളൂ. വെള്ളം കയറണ ലിറ്ററലി വെള്ളം കയറിക്കൊണ്ടിരിക്കണേ കേട്ടോ, ലൈവായിട്ട് കയറിക്കൊണ്ടിരിക്കണേ. ഞാൻ ട്രൗസ് നിക്കർ ഊരി വെള്ളം കയറി ഗൈസ്, വെള്ളം കയറി ഫുള്ള് കയറി ഗൈസ്. ഓ ഗൈസ് അയ്യോ. Hi guys, welcome back to my YouTube channel Wild Scientist with Ponnu. നമ്മിപ്പോ ഓൺ ദ വേ പൊക്കോണ്ടിരിക്കുകയാണ്. മുമ്പ് നമ്മ പോയത് കെൻഡിലായിരുന്നു. കെൻഡിൽ അതും ഒരു ബീച്ചാണ്. ഇപ്പൊ നമ്മ പോകുന്നതും ഒരു ബീച്ചിലോട്ടാണ്. പക്ഷെ അത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ബീച്ചാണ്. ഒരു 40 മിനിറ്റ്സിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺട്രി സൈഡ് തന്നെയാണ്. പക്ഷെ നല്ല പോലെ ട്രാവലിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് 2 hours ആണ് ഞങ്ങൾ ട്രാവല് ചെയ്തിട്ട് ഇപ്പൊ പോകാൻ പോകുന്നത്. അപ്പൊ ഇനി വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ പോകുന്നത് 7 Sisters എന്ന് പറഞ്ഞ ഒരു ക്ലിഫിലോട്ടാണ്. ഇവിടെ മൊത്തത്തില് 4 സ്പോട്ട് ഉണ്ട്. പക്ഷെ നമുക്ക് 4 സ്പോട്ട് ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു സ്പോട്ടിലോട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് 2.5 hours നമ്മൾ ട്രക്കിംഗ് ചെയ്തിട്ട് പോകണം. അപ്പൊ അത് നമുക്ക് പോസിബിൾ അല്ല. നമുക്ക് ട്രാവൽ ഇപ്പൊ ഇത്രയും ദൂരം നമ്മൾ ചെയ്തു വന്നിട്ട് പിന്നെ അത്രയും നമ്മൾ പോയി ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു സ്പോട്ടിലോട്ട് മാത്രമാണ് പെയിന്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇനി പോകാൻ നമ്മുടെ എങ്ങനെയാണ് യാത്രയും കാര്യങ്ങളിലൊക്കെ ആ സ്പോട്ടും അതിന്റെ ഭംഗിയൊക്കെ ഇനി പോകാൻ നമുക്ക് കാണാം. ഇവിടം തൊട്ട് ഇവിടം വരെ കുതിരപ്പുറത്ത് പോകാൻ പറ്റുമോ? കുതിരൊന്നും പറ്റില്ല. മൊത്തം എത്ര മണിക്കൂർ? ക്ലിഫ് വരെ പോകണമെങ്കിൽ 7 Sisters ക്ലിഫിന്റെ അറ്റം വരെ 7 Sisters ക്ലിഫ് പോവാം. 2 to 3 hours 2 മണിക്കൂർ എടുക്കും. ഞങ്ങളിപ്പോ ആകെ കയറി ഒരു റെസ്റ്റോറന്റിൽ ഞങ്ങൾക്ക് ഫുഡും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ട്രക്കിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെങ്കിലും കയറണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ഉള്ളിലോട്ട് ചെല്ലണം. അപ്പൊ അത് കാരണം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പിന്നെ തീർച്ചയായും ഫുഡ് ഇല്ലെങ്കിൽ ഞങ്ങൾ 2 മണിക്കൂർ ഇനി ട്രക്കിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾക്ക് അറിയത്തില്ല കയറാൻ പറ്റുമെന്ന്. കയറിയില്ലെങ്കിൽ ഇവരൊക്കെ ചവിട്ടി കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നീ ഇത് എന്തായാലും കയറും. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും കയറും. വെള്ളം കിട്ടിയ വെള്ളം ഇവിടെ മേടിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് യാത്ര തുടങ്ങാം. ഇച്ചിരി എനർജി കയറ്റിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇവിടെ അടുത്ത് കടകളൊന്നും ഇല്ല. നമുക്ക് കുറച്ച് ഒരു മൈലോ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. ഇവിടെ പബ്ബിലൊന്നും ഇല്ലടി. പബ്ബിൽ ആക്ച്വലി അവർക്ക് ശേഖരിക്കാൻ പറ്റുന്നതൊക്കെ അവർ ശേഖരിച്ചിട്ടുണ്ട്. ഞാനൊരു പ്രോട്ടീൻ ബാർ പറഞ്ഞായിരുന്നു. ബന്നാണ് കിട്ടിയത്. ബന്നെങ്കിൽ ബണ്ണും. നമ്മളിനി ട്രെക്കിംഗ് തുടങ്ങണേ ഉള്ളു. ഇനി അപ്പൊ നമ്മള് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളമൊക്കെ കൈ കരുതിയിട്ടുണ്ട്. ഇനി 2 hours നമ്മള് നടന്ന് ഇനി മുകളിലോട്ട് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് നടക്കട്ടെ എന്തായാലും. ഇപ്പൊ ഏകദേശം ഇത് പോണ വഴി അത് ഇട്ടാൻ തന്നെയാണ് തോന്നുന്നത്. കാരണം 4 റൂട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് 4 ഡെസ്റ്റിനേഷൻ ഇവിടെ ഉള്ളത്. ആ മാപ്പ് കാണിച്ചു തരാൻ വെച്ചിട്ട് നമ്മളിപ്പോ ഏറ്റവും അറ്റത്തുള്ള 7 Sistersലേക്ക് പോകണം. അതാണ്
അടിപൊളി വ്യൂ, അടിപൊളി വലിയ കനാല് പോലെ വെള്ളം പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് അവിടെ എൻഡ് ചെയ്യണത് ആ സീര സൈഡാകുമ്പോൾ അത് എൻഡ് ചെയ്യുന്നതാണ്, സീര അത് മെർജ് ചെയ്യുന്നത്. പക്ഷെ നല്ല അടിപൊളി വ്യൂ. ഇതേപോലെ ഇരിക്കാനുള്ള സ്പോട്ട്സ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്റർലൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നമുക്ക് അവിടെ നിന്ന് മാറി കുറച്ചേരം പീസ് ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഏകദേശം ഒരു 70 മൈൽ വന്നുണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന്. ഞങ്ങൾ റോംഫോർഡാണ് താമസിക്കണം. അവിടെ നിന്ന് ഏകദേശം ഒരു 70 മൈൽ. സംഭവം നമുക്ക് നല്ല രസമാണ്, എക്സ്പ്ലോർ ചെയ്യാം, സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാം. അതെ, സംഭവം ഇതേപോലെ എനിക്ക് തോന്നണം അവിടെ ഫാം എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത്. സൈസ് കണ്ടോ, പശുവിൻ്റെ ഒക്കെ സൈസാണ്. നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ, ഒന്നൊന്നര സൈസ്. ഓ കിട്ടാൻ സൈസ്. ഇതെല്ലാം കമ്പും വലിയിട്ടാ വന്ന. എല്ലാരും ട്രക്കിങ്ങിന് പോകുമ്പോ കമ്പം പറ്റിയിട്ട് ഒരാൾ കാട് മൊത്തം പറിച്ചു വന്നിട്ട്. നാട്ടിലെ പരിപാടി തന്നെ, എവിടെ പോയി കഴിഞ്ഞാലും. നല്ല കിരീടം. എടാ ഇങ്ങോട്ട് രണ്ടും കൂടി വഴി തെറ്റി പോണ്ട്. നമുക്ക് പോവാ വഴി. പക്ഷെ നമ്മളിപ്പോ പോകുന്നത് ബീച്ചിലോട്ടാണ്. അതാണ് ക്ലിഫിന്റെ ഏരിയ. അത് ഇങ്ങനെ ഈ ഭാഗത്തോട്ട് ക്ലിഫ് വരുന്നത്. പക്ഷെ അത് ഇത്തിരി കയറാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞങ്ങളിപ്പോ ബീച്ചിലോട്ട് പോകുന്നു. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ വഴി ഇറങ്ങി വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വഴി നമുക്ക് പോവാം. ഇത് നല്ല ഭയങ്കര സ്ഥലമാണ് കേട്ടോ. നമുക്ക് നടന്നിങ്ങനെ കാണാനായിട്ടും എക്സ്പ്ലോർ, പിന്നെ ടയേർഡ് ആവത്തില്ല. വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ട്. അത് കാരണം നമുക്ക് അത്രക്കധികം ടയേർഡ് ആവുന്നില്ല. പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞവരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. പിന്നെ കുറെ പേര് ഇത് കണ്ടു കഴിഞ്ഞ് വരുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് നല്ല സ്ഥലമാണ്, നിങ്ങൾ പോയി കാണുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പോവാം. നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ റോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ വൈപ്പിൻ ബീച്ച് പോലെ ഉണ്ട്. വൈപ്പിൻ ബീച്ചിൽ സൈഡിൽ ഇതേപോലെ കണ്ടൽക്കാട് ഉണ്ടാവും, മനസ്സിലായി? ഇതേപോലെ കനാല് പോലെ ഉണ്ട് സൈഡിൽ, രണ്ട് സൈഡിലും. പക്ഷെ കണ്ടൽക്കാട്. പക്ഷെ ഈ ക്ലിഫ് അവിടെ കിട്ടൂല. എന്തായാലും സംഭവം കൊള്ളാം. ഇത് ഹൈഡ്രാഞ്ച് പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. ഹൈഡ്രാഞ്ച് അല്ല, ഇത് ഹൈഡ്രാഞ്ച് പോലെ ഉണ്ട് കണ്ടിട്ട്. ോട്ട് പോവാ. എന്തായാലും നല്ല സ്ഥലം.
ഞാനെന്തായാലും ആ സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഞാനിവിടെ എത്തി ഗായ്സ്. ഞാൻ അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച്. ഞാൻ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. എനിക്ക് തോന്നുന്നത് നീതു മാത്രം വരില്ല, കാരണം നീതിന് പേടിയാണ്. നീതിന് വെള്ളം അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ അവൾക്ക് പേടിയാണ്. ഒന്നുകൊണ്ടോ കൂടി വന്നിട്ടുണ്ട്. അത് ഇവിടെ നിന്നൊരു സ്പോട്ട് വേറെ അടിപൊളിയാണ് കേട്ടോ. അവിടെ ഇരിക്കണ പോലെയല്ല, ഇവിടെ നിന്നൊരു സ്പോട്ട് ഈ വ്യൂ കിട്ടും അങ്ങനെ വന്നതിന്. ഇവിടെ മാത്രം ഒരു ചെറിയ സർക്കിൾ പോലെയാണ് ഉണ്ടാ. ഇവിടെ ഈ സർക്കിൾ ലെവലിൽ മാത്രമേ ഇവിടെ കരയുള്ളൂ. ഇവിടേക്ക് ശരിക്കും വെള്ളമാണ് കണ്ട. ഡീപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ മുട്ട് വരെ ആ റേഞ്ചിൽ. അപ്പം നീ ടോം ഫുള്ള് കാലത്തിൽ ഇറങ്ങിയിട്ട് ഫുള്ള് നനഞ്ഞാ. ത്തിനൊരു വാട്ടം വേണം കേട്ടോ ശരിക്കും. നല്ല വാട്ടം വേണം. ആ ഷിറ്റ് വെള്ളം ഒരു മണം. അതേപോലെ തന്നെ ഇവിടെ ഫോം ഉപ്പടിഞ്ഞേക്കണേന്ന് തോന്നുന്നു. സോൾട്ടിന്റെ ഡിപ്പോസിറ്റ് ആണ് ഇത്. ഉപ്പടിഞ്ഞേക്കണത് അപ്പൊ അതാണ് ഇങ്ങനെ ഉണ്ടായിരുന്ന ഐലൻഡ് ഇപ്പൊ ഇത്രയും വെള്ളമുള്ളൂ. വെള്ളം കയറണ ലിറ്ററലി വെള്ളം കയറിക്കൊണ്ടിരിക്കണേ കേട്ടാ. ലൈവായിട്ട് കയറിക്കൊണ്ടിരിക്കണേ. ഇനി ഇവിടെ തിരിച്ചു നടക്കണം. അവിടെ കര തീർന്ന് എങ്ങനെയാണ് പതയൊക്കെ ആയിട്ട് ഒറ്റ നിപ്പണ്ട. അയ്യോ ഞാൻ ട്രൗസ് നിക്കർ ഊരി വെള്ളം കയറി ഗൈസ്. വെള്ളം കയറി ഫുള്ള് പോയവർ തിരിച്ചു വരുന്നുണ്ട്. പോയപ്പോ ഇത്രയും താഴ്ചയില്ലായിരുന്നു, വെള്ളം കയറിയില്ലേ. ഇതാണ് ഈ കുട്ടി അങ്ങനെ മറിഞ്ഞിക്കു. അയ്യോ വേണ്ട, ഞാൻ താൻ്റെ ഒരു കൈ പിടിച്ചോണ്ടാ വരുന്നത്. ഓരോരുത്തരായിട്ട് വന്ന് കേറുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ടോം? ഹൗ വാസ് ഇറ്റ്? വേണ്ട കറക്റ്റ് ആയിട്ട് നീ കിട്ടിയിട്ടുണ്ട്. ഫുള്ളവിടെ വെള്ളം കയറി. ഇപ്പൊ ശരിക്കും കാണാനും കൂടി പറ്റണല്ലോ അവിടെ ആ സ്പോട്ട് നോക്കി. ഞാൻ നേരത്തെ വന്നപ്പോ ഫുള്ളായിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ കയറി. പേടിച്ച് ഒരാൾ കറങ്ങി. ഈ ബീച്ചിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇപ്പുറത്തും ഒരു സ്പോട്ട് ഉണ്ട്. അവരുടെ ഇവിടെയും ഒരു ക്ലിഫ് ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു ക്ലിഫ് ബീച്ച് ഉണ്ടെന്ന് തോന്നുന്നു ആ ഭാഗത്ത്. അവിടെയൊക്കെ ആഴ്ചയായിട്ട് ടൂറിസ്റ്റൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കുടിക്കാനോ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഒരു ഫയർ പ്രോപ്പർട്ടി ആയിരിക്കും തോന്നുന്നു അവിടെ. വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് പതുക്കെ നടന്നു തന്നെയുള്ളൂ ഗൈസ്. ഇനി എനിക്ക് തോന്നുന്നില്ല ക്ലിഫ് കയറാൻ പറ്റുമെന്ന്. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ ടൈം 7:30 അപ്പോൾ ഇനി പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും മാക്സിമം നോക്കാം. ഒന്ന് പെട്ടെന്ന് വാ. അങ്ങനെ നമ്മൾ നടന്നു ഓൾമോസ്റ്റ് ക്ലിഫിൻ്റെ സ്റ്റാർട്ടിങ് എത്താറായി.
ശരിക്കും ഇവിടെ നിന്ന് നല്ല സ്റ്റീപ്പാണ്. വേണ്ട നമ്മൾ വീഡിയോ കാണുന്ന പോലെ അല്ല, ശരിക്കും നല്ല സ്റ്റീപ്പാണ്, നല്ല കുത്തനുള്ള കയറ്റമാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ കയറണമെങ്കിൽ അല്ലേ പിന്നെ അവിടെ നിന്ന് നമ്മൾ കയറണമെങ്കിൽ ഇത്രയും നമുക്ക് സ്റ്റീപ്പ് ഉണ്ടായേനെ. നമുക്ക് അവിടെ നിന്ന് ആദ്യമേ കയറണമെങ്കിൽ നമുക്ക് ഇതിലെ പതുക്കെ കയറി ഇങ്ങനെ കയറായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് നല്ല കുത്തനെ കയറ്റമാണ്, അതാണ് പ്രശ്നം. അതെന്നെ അടുത്ത് നോക്കാൻ പറ്റില്ല. അവർ ഇതുവരെ എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കണേ. നീതു പേടിച്ചു മുള്ളോ, നീതൊക്കെ പേടിച്ചു മുള്ളോന്ന് ഗൈസ്. നീനെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല, ഇത് കരയനാണ്. അതൊക്കെ നമ്മുടെ പുലിക്കുട്ടിതേ, പുലിക്കുട്ടിയൊക്കെ ചാടിക്കേറി. എന്ത് ഓൾമോസ്റ്റ് ടോപ്പ് എത്തി. കുറച്ചും പോലെ ഉണ്ടല്ലോ. അയ്യോ ജങ്ക ജഗ പേടിച്ചു മുള്ളോ, പേടിച്ചു മുള്ളോ. രണ്ടു കൂടി നടന്നണം. അയ്യോ കൈ തന്നെ. അയ്യോ ഞങ്ങൾ ശരിക്കും പറഞ്ഞതേ ആ സ്പോട്ടിൽ കൂടിയാണ് നടന്നു വന്നത്. അവിടെ കൂടി ശരിക്കും നടന്നു വന്ന് നേരെ ബീച്ചെത്തി. എങ്ങനെയുണ്ടായിരുന്നു ഇത് എക്സ്പീരിയൻസ്? പതയിളക്കിയാ എങ്ങനെയുണ്ട്? ഞാൻ ആ മല കേറിയപ്പോ ഉണ്ടല്ലോ, ഞാൻ ഓർത്ത് അങ്ങനെ തന്നെ ഉരുണ്ട താഴത്തോട്ട് പോകുന്നത്. ഈ സെവൻ സിസ്റ്റേഴ്സ് ഞാൻ അങ്ങ് അടങ്ങി അതെ, ഇവിടെ തന്നെ ഈ കടലിൽ ഞാനും അങ്ങ് ചേരുമെന്ന് ഓർക്കുന്നു. ഈ കടലിൽ ഞങ്ങൾ ചേർന്ന് പോയി. ഞങ്ങള് പോകണ്ടായിരുന്നു നേരത്തെ, ഞങ്ങള് മൂന്നുപേരും കൂടി കടലിൽ വെള്ളം കയറിയതല്ല, വെള്ളം കയറിയിട്ട് ഒന്നും നോക്കില്ല. അപ്പുറത്ത് പൈപ്പ് കയറി വിചാരിച്ച് നേരെ ഞാൻ നീന്തി. ഇല്ല പക്ഷെ നല്ല തണുത്ത കാറ്റില്ലേ. ഒന്ന് കടല് കാണിച്ചു തരാന്ന് കയറിയാണ് ഞാൻ. ജസ്റ്റ് ഒന്ന് പോയി കടല് കാണിച്ച്, അപ്പുറത്ത് ഫ്രാൻസ് ആണ്, ജസ്റ്റ് ഫ്രാൻസിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന്. ക്ലിഫിന്റെ ഒരു സൈഡാണ് എൻഡാന്നാണ്, ക്ലിഫിന്റെ ഒരു എഡ്ജ്. പിന്നെ അധികം പോകണ്ട, റിസ്ക് ആണ്. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ പതിക്ക് ആൾക്കാരൊക്കെ പോകണം. നമ്മുടെ ഇവിടെ ഇപ്പൊ 8:17 കണ്ടോ, രാത്രിയാണ്, രാത്രി 8:17. സൂര്യൻ കണ്ടോ, സൂര്യൻ ഇപ്പോൾ അസ്തമിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ സൂര്യാസ്തമയൊക്കെ ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇരുട്ട് കുറവായിരിക്കും, നമ്മുടെ ഇവിടെ ഇരുട്ട് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ സമ്മർ ടൈമിലാണ് ഇവിടെ കൂടുതൽ ആളുകൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാനൊക്കെ. പക്ഷെ ഇന്ന് ഞങ്ങൾ ഭയങ്കര ടയേർഡായി പോയി. ഇപ്പൊ കുറെ ആയില്ലേ യാത്ര, ഇപ്പൊ ഇങ്ങനെ കുറെ നടന്നു ഞങ്ങള്. അപ്പൊ ഭയങ്കര ടയേർഡായപ്പോ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.